ഉത്സവം കണ്ടുനിന്ന മനുഷ്യനെ ഒട്ടും മൈത്രിയില്ലാതെ വളഞ്ഞിട്ടടിച്ച പോലീസ്. തടിമിൽ ജോലിക്കാരനായ മനുഷ്യന്റെ കൈയും കാലും തല്ലിയൊടിച്ചു. മിന്നലടിക്കും കണക്ക് ഈ കാല് ശരിയായി, കഴുത്ത് ശരിയായി, ഈ സൈഡ് വെച്ചൊന്നും കിടക്കാൻ പറ്റില്ല. ബാല്യത്തിൽ മാതാപിതാക്കൾ നഷ്ടമായി. 12-ാം വയസ്സിൽ തടിമില്ലിൽ ജോലി ചെയ്താണ് ജീവിതം തിരിച്ചുപിടിച്ചത്. സഹോദരിയുടെ വിവാഹം നടത്തി. പൂവർ ഹോമിൽ നിന്ന് ജീവിത സഖിയെ കണ്ടെത്തി. സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നത്തിന്റെ അരികിൽ നിൽക്കെയാണ് ജീവിതം പോലീസ് ധിക്കാരത്തിന്റെ ലാത്തികൊണ്ട് അടിച്ചു തകർത്തത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് VS ഇങ്ങനെ തല്ലിച്ചതയ്ക്കുമ്പോൾ പോലീസിന് സുജിത്തിനെതിരെ പറയാൻ ഒരു കേസ് പോലും ഉണ്ടായിരുന്നില്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആദ്യം പ്ലേ ചെയ്ത വീഡിയോസ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുകയാണ്. ആ ഒരു വീഡിയോ കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? പലപ്പോഴും നമ്മൾ ആ ഒരു വാർത്തകളെ റിസീവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: പോലീസിൻ്റെ നരനായാട്ട്, ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം എന്നൊക്കെ നമ്മൾ ഇതിനെ ഇങ്ങനെ റിസീവ് ചെയ്യും. അതേപോലെ തന്നെ ഇത് ആ ഒരു രീതിയിൽ തന്നെ സ്ഥിരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം തന്നെയാണ്, അവരതിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. ഈ പോലീസിൻ്റെ നരനായാട്ട്, അവരുടെ അതിക്രമങ്ങൾ, അവരുടെ അക്രമങ്ങൾ, അവരുടെ മർദ്ദനങ്ങൾ കാലങ്ങളായിട്ട് ഒരേ രീതിയിൽ തുടരുകയാണ് ഏതൊരു പാർട്ടി ഭരിച്ചാലും. അപ്പോൾ എവിടെയാണ് പ്രശ്നം? സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് പറയാമെന്നുണ്ടെങ്കിലും ഇത് മനുഷ്യന്മാരുടെ വളരെ പേഴ്സണലായിട്ടുള്ള ചില ഇമോഷൻസിൻ്റെ, അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി എക്സ്പ്രഷൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ചില ജാതി വിവേചനങ്ങൾ, നമ്മളുടെ ചില മുൻവിധികൾ, നമ്മളുടെ ചില അതിക്രമ മെൻറ്റാലിറ്റികൾ എല്ലാം കൂടെ ചേർന്ന് നമ്മളിൽ നിന്ന് പോകുന്ന ചില ആളുകൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാവുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരിക്കലും ഇതുപോലുള്ള ഒരു പൊസിഷനിൽ നിന്ന് പറയരുത് എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു സേഫ് അകലം പാലിക്കേണ്ട, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട 4 കൂട്ടർ. ഈ 4 കൂട്ടരെ പിണക്കി അല്ലെങ്കിൽ അവിടെ ഒരു വിപ്ലവം ഉണ്ടാക്കി നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം എന്നുള്ളത് പലപ്പോഴും ഒരു സ്വപ്നം മാത്രമാണ്. നമുക്ക് അവരോട് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചില സാഹചര്യങ്ങളിൽ നമ്മൾ വീണ് പോകും, നമ്മൾ പ്രിവിലേജ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ. ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന 4 കാറ്റഗറി ആളുകളെ ഒന്ന് സൂക്ഷിക്കേണ്ടത് പ്രിവിലേജർ അല്ല എന്ന് സ്വയം തോന്നുന്ന ആളുകളാണ്. ഇങ്ങനെ പണിയെടുത്താലും തികയാത്ത, ഇങ്ങനെ പണിയെടുത്താലും സമാധാനമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റാത്ത, ലോ ക്വാളിറ്റി ലൈഫുള്ള ഒരിടത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പല ആളുകളും ചെറിയ ശമ്പളത്തിലേക്ക് ഗൾഫിലൊക്കെ പോയി കിടക്കുന്നത്. അവിടെ പണിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്തസ്സായിട്ട് ജീവിക്കാം. പലപ്പോഴും അവിടെ പണിയെടുക്കുന്ന പ്രവാസികളായിട്ടുള്ള ആളുകൾ അവരെക്കുറിച്ചിട്ട് ചിന്തിക്കാറില്ല. അവർക്കൊരു അസുഖം വന്നാൽ അല്ലെങ്കിൽ അവർ ഇല്ലാതായി കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചിട്ടൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർ അടിമപ്പണി പല സാഹചര്യങ്ങളിലും എടുക്കാറുണ്ട്. ഇന്ത്യയിൽ സാധാരണക്കാരിൽ ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസോ ടേം ഇൻഷുറൻസോ ഇല്ല. ഒരു ടേം ഇൻഷുറൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഉറപ്പായി മനസ്സിലാക്കുക. നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളുടെ കുടുംബം സ്മൂത്തായിട്ട് നടന്നു പോവേണ്ടതിന്, നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, അതേപോലെ തന്നെ മാതാപിതാക്കളുടെ ആരോഗ്യം അല്ലെങ്കിൽ ഭാര്യയുടെ ആരോഗ്യം, കുടുംബത്തിൻ്റെ സാമ്പത്തിക ശേഷി എന്നിവയൊക്കെ ഭംഗിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടേം ഇൻഷുറൻസ് കൂടിയേ തീരത്തുള്ളൂ. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാവാം. അത് വിദേശത്ത് വെച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിൽ പല ആളുകൾക്കും അത് ഫോളോ ചെയ്യാനായിട്ടോ അതിൻ്റെ നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാനായിട്ടോ സാധ്യത ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ വിദേശത്ത് നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാളും 30 മുതൽ 50% വരെ ലാഭത്തിൽ ഇന്ത്യയിൽ നിന്നൊരു ടേം ഇൻഷുറൻസ് നിങ്ങൾ എടുത്തു വെച്ചോളുക. മാസം 823 രൂപ മന്ത്ലി പ്രീമിയത്തിൽ 2 കോടി വരെ സുരക്ഷ നൽകുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആണ്. ആ ഒരു തുക നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബമൊക്കെ വളരെ സ്മൂത്തായിട്ട് നടന്നു പോയിക്കോളും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പ്രായം ടേം ഇൻഷുറൻസിൻ്റെ പ്രീമിയം നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണ്. പ്രായം കൂടും തോറും ടേം ഇൻഷുറൻസ് എടുക്കുന്നതിൽ ചെലവ് കൂടും. അതുകൊണ്ട് വളരെ നേരത്തെ എടുത്തു വെക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വിവിധ കമ്പനികളുടെ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് എടുക്കുവാനായിട്ട് സാധിക്കും. അതേപോലെ നിങ്ങൾ പ്രീമിയം വാർഷികമായി ഒന്നിച്ച് അടയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ 5% വരെ ഡിസ്കൗണ്ട് കൂടി ലഭ്യമാണ്. ഒരിക്കലും വരാതിരിക്കട്ടെ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ക്ലെയിമിൻ്റെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ ക്ലെയിമുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ സൈഡിൽ ഒരു QR കോഡ് ഉണ്ട്. ആ ഒരു QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾക്ക് ടേം ഇൻഷുറൻസുകൾ കമ്പയർ ചെയ്ത് ഓൺലൈനായിട്ട് ഇപ്പോൾ എടുക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന 4 കാറ്റഗറി ആളുകളെ ഒന്ന് സൂക്ഷിക്കേണ്ടത് പ്രിവിലേജർ അല്ല എന്ന് സ്വയം തോന്നുന്ന ആളുകളാണ്. നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടൊരു വേദിയില്ല, നിങ്ങൾക്ക് നിയമപരമായിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള സാഹചര്യമില്ല, പണിക്ക് പോവേണ്ടതുണ്ട്, പൈസ ചിലവാക്കാനായിട്ട് അധികമൊന്നുമില്ല, നിങ്ങൾക്ക് സമാധാനമായിട്ട് വീട്ടിലിരിക്കാനായിട്ട് ആഗ്രഹമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇക്കൂട്ടരെ പിണക്കരുത്. ഇങ്ങനെയുള്ള ഒരു മോശം ക്വാളിറ്റി ഓഫ് ലൈഫ് ഉള്ള ഇടത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊന്ന് റിയലൈസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ പഠിക്കുന്നുണ്ട്, കാര്യമായിട്ട് പഠിക്കുന്നുണ്ട്, ഡിഗ്രികൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. അവിടെ പലപ്പോഴും ടീച്ചേഴ്സിൻ്റെയും അതേപോലെ തന്നെ പേരൻസിൻ്റെയും ഒക്കെ ആക്രമണങ്ങൾ നേരിട്ടിട്ടാണ് പലപ്പോഴും പല കുട്ടികളും പഠിക്കുന്നത്. പേരൻറ്റിങ് ഒക്കെ വളരെ മോശമാണ്, ടീച്ചിങ്ങും അത്ര നന്നൊന്നുമല്ല നമ്മുടെ പലയിടങ്ങളിലും.
ഇതെല്ലാം പഠിച്ച് നമ്മളൊരു ജോലി നേടിക്കഴിയുമ്പോൾ, ശമ്പളമൊക്കെ നേടിക്കഴിയുമ്പോൾ പൈസ ഉള്ളവരാകുമ്പോൾ സ്വതന്ത്രരാകുന്നുണ്ടോ? ഇല്ല. എത്രത്തോളം പൈസ വേണം സ്വതന്ത്രരാവണമെന്നുണ്ടെങ്കിൽ? അംബാനിയെക്കാളിലും മുകളിൽ, അല്ലെങ്കിൽ ഇവിടെയുള്ള അദാനിയെക്കാളിലും മുകളിലായെങ്കിൽ മാത്രം പൈസ ഉള്ളതുകൊണ്ട് നമ്മൾ പ്രിവിലേജ്ഡ് ആണ് എന്ന് പറയാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമുക്കെതിരെയുള്ള ആക്രമണങ്ങൾ കൂടാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ആരും സേഫ് അല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട ആ ഒരു പൈസയ്ക്ക് ടാക്സ് അടച്ച്, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്ത്, നിങ്ങളൊരു കാർ വാങ്ങുന്ന സമയത്ത് ടാക്സ് അടച്ച്, എല്ലാ സാധനങ്ങൾക്കും ടാക്സ് അടച്ച്, നിങ്ങൾ അഭിമാനിയായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആരുടെയൊക്കെ വായിലിരിക്കുന്നത് കേൾക്കണം. നിങ്ങളിങ്ങനെ കാറുമായിട്ട് പോകുന്ന സമയത്ത്, നിങ്ങൾ ഒരു 60-70 സ്പീഡിൽ പോകുന്ന സമയത്ത്, ഒരു 80 അവൻ്റെ മാക്സിമം ലിമിറ്റിൽ ചവിട്ടി പിടിച്ച് വരുന്ന ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ്റെ ഫ്ലാഷ് ലൈറ്റും അവൻ്റെ ഡോറെ തട്ടലും തെറിവിളിയും നമ്മളെ ഭീതിപ്പെടുത്തലും കണ്ട് നമ്മളൊരു സൈഡിലേക്ക് ഒതുങ്ങി മാറി നിൽക്കണം. KSRTC ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ കയറി വരുന്നു, നമ്മൾ വേണമെങ്കിൽ മാറ്റണം, രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മാറ്റിയാൽ മതി. അല്ലെങ്കിൽ അവന് മാറ്റുന്ന നമ്മുടെ ആ ഒരു സ്പീഡ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കയറി വന്ന് ഉരച്ചിട്ട് പോകുന്നു, പിന്നീട് കോടതിയിൽ കണ്ടോളാം, വേണമെങ്കിൽ കേസിന് പൊക്കോ എന്ന് പറയുന്നു. ഞങ്ങൾക്ക് ട്രിപ്പ് ഉണ്ട് എന്ന് പറയുന്നു. അതിലുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല, അവർക്ക് സമയത്ത് എത്തേണ്ടതുണ്ട്, അവർ ഡ്രൈവറെ പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പെയിൻറ്റ് പോയിട്ടുള്ള പുതിയ കാറുമായിട്ട് ഒരു ഓരത്തോടെ നടന്നു പോകുന്നു. നിങ്ങളൊരു ആംബുലൻസ് കാണുമ്പോൾ റോഡിൻ്റെ ഓരത്തേക്ക് മാറി നിൽക്കുന്നു. ഒരു രോഗി അല്ലെങ്കിൽ ജീവന് വേണ്ടി പിടയുന്ന ഒരാൾ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഓരത്ത് മാറി നിൽക്കുന്നു. എന്നാൽ നിങ്ങളുടെ സർക്കാർ നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് അനുസരിച്ചിട്ട് റോഡുകൾ നന്നായിട്ട് പണിയുന്നില്ല. നിങ്ങൾ ആ ഒരു റോഡിലെ കുഴിയിൽ, നിങ്ങൾ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കാൻ പോകുന്ന വഴിയിൽ ബൈക്കുമായിട്ട് വീണിട്ട് ചിലപ്പോൾ നിങ്ങൾ മരണപ്പെടുന്നു. ആരും ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. ഞാൻ ആദ്യം ചില സൂചനകളൊക്കെ നൽകിയിരുന്നു. ആരെയാണ് നമ്മൾ ഭയക്കേണ്ടത്? ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പോലീസിനെ ഭയക്കേണ്ടതുണ്ട്. കാരണം അത്രയധികം വാർത്തകളും അതിൻ്റെ ഫോളോ അപ്പുകളൊക്കെ വരുന്നുണ്ട്. അവർക്ക് ഒരു സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രിവിലേജഡ് അല്ല, നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല, പണം പോലും നിങ്ങൾക്കില്ല എന്നുള്ള തോന്നലുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കയ്യാമം വെച്ച് കൈയോടെ കൂട്ടിക്കൊണ്ടുപോയി നല്ല ഇടി വെച്ച് തരും. ഇടിയുടെ കൂട്ടത്തിൽ നിങ്ങൾ ചിലപ്പോൾ അറിയാതെ ആ ഒരു ഇടി മർദ്ദനം സഹിക്കാൻ വയ്യാതെ ചിലപ്പോൾ അവർ പറയുന്നത് സമ്മതിച്ച് കൊടുത്തു എന്നിരിക്കും. നിങ്ങളുടെ ജീവിതമാണ് പോകുന്നത്, നിങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു കെട്ടുറപ്പാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ പോക്സോ കേസിലൊക്കെ ചില ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും പോലീസിന് ശരിക്കും ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണമൊക്കെ നടത്താനായിട്ടുള്ള സാധ്യത അവർ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ചില ആളുകൾ ജയിലിലേക്കൊക്കെ പോകുന്നത്. ഏതൊരു പരാതി ആർക്കെതിരെ ആര് കൊടുത്താലും പോലീസ് അതിലൊരു അന്വേഷണം നടത്തണമെന്നുള്ളതാണ്. പലപ്പോഴും ആ ഒരു അന്വേഷണമൊക്കെ പാളിപ്പോകുന്നതും അവർ പ്രോപ്പറായിട്ട് അന്വേഷിക്കാത്തതും ഒക്കെ പല നിരപരാധികളെയും ജയിലിലേക്ക് പറഞ്ഞയക്കാറുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ തന്നെയാണ് പോലീസിനും ഉള്ളത് എന്ന് പറഞ്ഞത് ഞാൻ വേറൊരു കാര്യം കൂടി ഉദ്ദേശിച്ചിട്ടാണ്. നമുക്കറിയാം, അട്ടപ്പാടിയിൽ മധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് ഒരു കൂട്ടം ആളുകൾ കൂട്ടമായി ചേർന്ന് മർദ്ദിച്ച് കൊന്നു. ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് മർദ്ദനമേറ്റത്. ആ കൂടെ നിന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് എന്തായിരുന്നു? മധു തല്ല് കിട്ടേണ്ടവനാണ്, അവന് 2 കിട്ടിയാലും കുഴപ്പമില്ല, ഇവനെ പോലുള്ളവനെ ഒന്നും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മാപ്പ് കൊടുത്ത് വിടാനായിട്ട് പറ്റത്തില്ല. ഇതേ മൈൻഡ് സെറ്റോടെ നിങ്ങളെ കാണുന്ന ഒരു പോലീസുകാരനുണ്ട് എന്നുണ്ടെങ്കിൽ, അതേ മൈൻഡ് സെറ്റോടെ അവൻ്റെ ചിന്തയിലുള്ള ജാതിയിൽ താഴ്ന്ന ആൾ, അല്ലെങ്കിൽ ജാതിയിൽ മുന്തിയ ഒരാൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാൾ, അപ്പോൾ ഇവന് 2 കൊടുക്കണമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മർദ്ദനങ്ങളൊക്കെ നമ്മളിൽ പല ആളുകൾക്കും കിട്ടും. അതുകൊണ്ട് തന്നെ പോലീസ് സേനയിലെ രാഷ്ട്രീയ ആഭിമുഖ്യങ്ങൾ, പാർട്ടിയുടെ വെറും കളിപ്പാവകളാകുന്ന പോലീസുകാർ, ഇതെല്ലാം നമുക്ക് ഭീഷണിയാവുന്ന സംഗതികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരാണ്, ആ ഒരു പാർട്ടിയാണ് ഭരണത്തിൽ, അവരുടെ പോലീസാണ് നിങ്ങളുടെ ചുറ്റുപാട് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ നിമിഷവും പുറത്തിറങ്ങുന്ന സമയത്ത് പേടിക്കേണ്ടതുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയി ക്രൂരമായിട്ട് മർദ്ദിച്ചു. കോൺഗ്രസ്സുകാരൊന്നും കാര്യമായിട്ട് ഇടപെട്ടില്ല. അദ്ദേഹം നമ്മുടെ നിയമ സംവിധാനത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് കോടതി വഴി കാര്യമായിട്ട് ശ്രമിച്ചതുകൊണ്ട് CCTV ഫുട്ടേജ് കിട്ടി. വേറെ കാര്യമായിട്ടുള്ള പണിഷ്മെൻറ്റുകളൊന്നും ഈ ഒരു പോലീസുകാർക്കില്ല. കൈത്തെരുപ്പ് മാറുന്നത് വരെ, അല്ലെങ്കിൽ ദേഷ്യം മാറുന്നത് വരെ നല്ല ഇടി വെച്ച് കൊടുത്തു ആ ഒരു മനുഷ്യനിട്ട്. പോലീസുകാരൊക്കെ പലപ്പോഴും ആളുകളെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനൊരു 12 വർഷമായിട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ രാത്രിയിൽ കാറുമൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത്, ലേറ്റ് നൈറ്റ് പോകുന്ന സമയത്ത് പോലീസുകാർ എൻ്റെ പേരെഴുതി എടുക്കുന്നതല്ലാതെ ഈ 12 വർഷത്തിനിടയിൽ എനിക്ക് ഒരു തവണ മാത്രമാണ് എൻ്റെ വണ്ടിയുടെ രേഖകളൊക്കെ പോലീസിനൊന്ന് കാണിക്കേണ്ടി വന്നത്, വണ്ടി ഒന്ന് ഒതുക്കേണ്ടി വന്നത് ഒരു തവണ മാത്രം. എന്നാൽ ഞാൻ ബൈക്കുമായിട്ടൊക്കെ പോകുന്ന സമയങ്ങളിൽ പലപ്പോഴും എൻ്റെ വണ്ടി അവർ കൈ കാണിച്ച് നിർത്താറുണ്ട്. ഈ ബൈക്ക് മാത്രമാണ് രാവിലെ ഈ ചെക്കിങ്ങിൻ്റെ സമയത്ത് പിടിക്കപ്പെടുന്നത്. പാവപ്പെട്ടവനാണ്, അവൻ ബൈക്കുമായിട്ട് പണിക്ക് പോവുകയാണ്, അവനെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് പെറ്റിയടിക്കുന്നു. എന്നാൽ ഈ കണ്ടമാനം കാറുകൾ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. എന്തോരം നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു കാറുകളുടെ ഭാഗമായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്തോരം മോട്ടോർ വെഹിക്കിൾ ആക്ട് വയലേഷൻസ് ഉണ്ടാവാം. എന്നാൽ അതൊന്നും പോലീസ് ശ്രദ്ധിക്കുന്നില്ല. കാരണം കാറുള്ളവനെ പിടിച്ചു കഴിഞ്ഞാൽ കാര്യമൊന്നും നമുക്ക് നിർണ്ണയിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പോലീസുകാരെ നിങ്ങൾ സൂക്ഷിക്കുക. ഇതിനോടൊപ്പം ആഡ് ചെയ്ത് പറയേണ്ടതുണ്ട്, മേ ബി ഞാൻ പ്രിവിലേജർ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ
എനിക്ക് നിയമപരമായിട്ട് പോകാനായിട്ടുള്ള ശേഷിയുണ്ട് എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം ഞാൻ പലപ്പോഴും പോലീസ് സ്റ്റേഷനുകളിലൊക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ചെല്ലുന്ന സമയത്ത് വളരെ നല്ല പോലീസുകാരുമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. എല്ലാവരും നല്ല സ്നേഹത്തോടെയൊക്കെ പെരുമാറിയിട്ടുണ്ട്. എനിക്ക് ജനമൈത്രി പോലീസായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ഓഫീസിൽ നമ്മുടെ പരാതികൾ എഴുതിയെടുക്കാനായിട്ട് ഇരിക്കുന്ന ആളുകൾ ഒരാളും ഒരു നെഗറ്റീവും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. വളരെ സ്നേഹത്തോടെ സൗഹൃദപരമായിട്ടൊക്കെയാണ് ഞാൻ അവരിൽ പല ആളുകളോടും പെരുമാറിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഇവർ അണ്ടർ പ്രിവിലേജഡ് ആയിട്ടുള്ള ആളുകളോട് പെരുമാറുന്നത് അത്ര സുഖകരമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുടുംബമൊക്കെ പണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കുന്നത് ഓട്ടോറിക്ഷയിലാണ്. എൻ്റെ അപ്പൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഈ ഓട്ടോറിക്ഷയിൽ എല്ലാ സ്ഥലത്തും പോകുക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളുടെ വിവാഹം, അതേപോലെ തന്നെ അവരുടെ ഏതെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്, അവിടേക്കൊക്കെ ക്ഷണം കിട്ടിയാണ് ഞങ്ങൾ പോകാറുള്ളത്. ശരിക്കും ഞങ്ങളുടെ ഈ ഒരു ഓട്ടോറിക്ഷയിലുള്ള വരവ് അവിടെയുള്ള ആളുകൾക്ക് അത്ര സുഖകരമായിട്ട് തോന്നാറില്ല. കാരണം അവരൊക്കെ അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള ആളുകളാണ്. എന്നാലും നമ്മളുടെ ജീവിത അവസ്ഥ ഇതായതുകൊണ്ട്, നമ്മുടെ ഉപജീവനം ഇതായതുകൊണ്ട് നമ്മൾ അതിൽ കയറി പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ അപ്പൻ ഈ കാക്കിയൊന്നും ഇടില്ല. കാരണം അത് പേഴ്സണൽ ഫങ്ഷൻ അല്ലേ, നമ്മൾ കുടുംബമായിട്ട് പോവുമല്ലേ. കാക്കി ഇടുന്നത് ഓട്ടം പോകുമ്പോഴല്ലേ. വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ പോലീസ് പിടിച്ച് പെറ്റിയടിക്കും. പേഴ്സണൽ ഫങ്ഷൻ ആണെന്ന് പറഞ്ഞാലും അവർ രണ്ടെണ്ണമൊക്കെ പറയും. അതേപോലെ തന്നെ എടാ പോടാ എന്നൊക്കെ നാമകരണം ചെയ്യത്തുള്ളൂ. എന്നാൽ ഞാനൊരു കാറൊക്കെ വാങ്ങിച്ച് വഴിക്കടെ ഇറങ്ങി നടക്കുന്ന സമയത്ത് കാലം മാറി ഇവർക്ക് ട്രെയിനിങ് കിട്ടിയതുകൊണ്ടൊന്നും അല്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നെ എൻ്റെ ചെറിയ പ്രായത്തിലും അവർ സാറേന്നും മോനെന്നും ഒക്കെ വിളിച്ചിട്ടുള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇനിയിപ്പോൾ നാളെ തൊട്ട് എന്നെ കാണുമ്പോൾ തെറി വിളിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഓരോ ആളുകളെയും ഓരോ രീതിയിലാണ് ഈ പോലീസുകാർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ പ്രിവിലേജർ അല്ല എന്നുണ്ടെങ്കിൽ പിണക്കി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിയമപരമായിട്ട് പോകാനായിട്ടുള്ള ശേഷിയുള്ള ആളുകളായിരിക്കണം. അപ്പോൾ അവരെക്കുറിച്ച് അത്ര പറഞ്ഞു നിർത്താം. ഇനി അടുത്ത കാറ്റഗറി ഓഫ് ആളുകൾ, പിണക്കരുതേ, അവരെ നിങ്ങൾ ഒരിക്കലും വിഷമിപ്പിക്കരുതേ, പേടിച്ച് മാറി നിന്നോണേ. ആരാണ്? പണ്ടത്തെ അമ്പ്രാൻ്റെ കാര്യമല്ല പറയുന്നത്, പച്ചയും നീലയും കളറടിച്ച പിങ്ക് കളറൊക്കെ അടിച്ചിട്ടുള്ള പ്രൈവറ്റ് ബസ്സുകാരെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവരുടെ സേവനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇവരോട് വ്യക്തിപരമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പക്ഷേ എനിക്ക് ഈ ഒരു സിസ്റ്റം, ഈ ഒരു പ്രൈവറ്റ് ബസ് സിസ്റ്റം നടത്തപ്പെടുന്നതിനോട് ഒരു താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പ്രൈവറ്റായിട്ട് ഇതിനെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഇവർക്കിടയിൽ ഭയങ്കര മത്സര ഓട്ടങ്ങളും പകയും ദേഷ്യവും തെറിവിളിയൊക്കെയാണ്. ഇത് നമുക്ക് ഒരു സാധാരണക്കാരന് സഹിക്കാൻ പറ്റത്തില്ല. ഡെയിലി ഇതുമായിട്ട് യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഓക്കെയാണ്. ഞാൻ ഈ ഒരു സേവനങ്ങളൊക്കെ ഇപ്പം ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയൊക്കെ സർവീസിന് കൊടുക്കുമ്പം എടുക്കാൻ വേണ്ടിയൊക്കെ പോകണമല്ലോ. അപ്പോൾ ഞാൻ ബസ്സിൽ കയറി പോകാറുണ്ട്. പോകുന്ന സമയത്ത് എനിക്ക് ആ ഒരു കുറച്ച് സമയം പോലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവരുടെ ഒരു ബിഹേവിയർ. കാരണം കയറുന്ന സമയത്തുള്ള ആക്രോശവും അതേപോലെ തന്നെ വെട്ടിക്കലും ഹമ്പ് ചാടിക്കലും, ഡ്രൈവറിൻ്റെ ടയർ മാത്രമേ ഹമ്പിൽ പതുക്കെ ഇറങ്ങത്തുള്ളൂ. ബാക്കി പുറകിലിരിക്കുന്ന ആളുകൾ മോളിൽ പോയി അടിച്ച് ചാവട്ടെ എന്നുള്ള രീതിയിലാണ് ബാക്ക് ടയർ എടുത്ത് ഹമ്പി അടിക്കുന്നത്. അങ്ങനെയുള്ള ഗിയർ മാറ്റിച്ച് അതിൻ്റെയൊക്കെ ഗിയറൊക്കെ ഇടുന്ന ഒരു രീതിയൊക്കെ കാണുന്ന സമയത്ത് തന്നെ അറിയാം ഇവരെത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നുള്ളത്. എൻ്റെയൊക്കെ ബാല്യകാലത്ത് കണ്ടക്ടർമാരൊക്കെ ചിരിച്ചുകൊണ്ട് പെരുമാറുന്ന ആളുകളായിരുന്നു. ഇപ്പോൾ ഉള്ള പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർമാരൊക്കെ എന്തോ മറ്റേ കുതിരത്തേരോട്ടത്തിൽ ബെറ്റ് വെച്ചിട്ട് നിൽക്കുന്നത് പോലെയാണ് വണ്ടി തെളിച്ചുകൊണ്ട് പോകുന്നത്. മണിയടിയും തെറിവിളിയും അലമ്പും. അതേപോലെ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച ഒരു സംഗതിയാണ്, ബാലൻസ് ഒന്നും തരുന്നില്ല. ബാലൻസ് ഒന്നും തരാനായിട്ട് ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. 5 രൂപ അല്ലെങ്കിൽ 8 രൂപ 10 രൂപയൊക്കെ ബാലൻസ് ഉള്ള സാഹചര്യത്തിൽ പോലും ഇവരത് തരത്തില്ല. നമ്മൾ ചോദിക്കണം, ചോദിച്ചാൽ ഇവർ തരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മൈൻഡ് സെറ്റിലേക്ക് ഇവർ മാറിയിട്ടുണ്ട്. ഇവരുടെ ഒരു അവകാശമായിട്ടൊക്കെ അവരങ്ങ് കണക്കാക്കുകയാണ്. എന്ത് ചോദിച്ചാലും ഇവറ്റകൾ ഇങ്ങനെ പറയും, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. പറ്റത്തില്ല, വയ്യെങ്കിൽ വേറെ വല്ല പണിക്കുമ്പോഴേ വേറെ ഒരു പണി ചെയ്യാൻ കഴിവില്ല എന്നുള്ളത് സമ്മതിച്ചിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും പെൻഷൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ഫുഡ് അടിച്ചിട്ട് ജീവിക്കടേ. വേറെ ഒരു കഴിവില്ല. കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് ഓരോ തൊഴിൽ മേഖലകൾ നിന്നുപോകും. അപ്പോൾ നിന്ന് പോകുന്നതനുസരിച്ചിട്ട് പുതിയ മേഖലകളിലേക്ക് പോവുക എന്നുള്ളത് ലോകത്തെല്ലാ മനുഷ്യന്മാരും ചെയ്യുന്നതാണ്. അല്ലാതെ നിങ്ങളെ ഒന്നും താങ്ങി നിർത്താൻ വേണ്ടി നമ്മൾ വണ്ടിയായിട്ട് ഓരോരത്ത് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. നമ്മളും ടാക്സിയൊക്കെ അടിച്ച് നമ്മളും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി നിങ്ങൾ ബസ് തെളിച്ചുകൊണ്ട് പോകുന്നു, നമ്മളൊരു കാർ കൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ബൈക്ക് കൊണ്ട് പോകുന്നു എന്നുള്ള വ്യത്യാസമുള്ളൂ. നമുക്കും ജീവനും ജീവിതവും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഈ ബസ്സിൽ പോകുന്ന ആളുകൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്രയെങ്കിലും, സമാധാനമുള്ള ഒരു യാത്രയെങ്കിലും കൊടുത്തിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു അന്തസ് ഉണ്ടായിരുന്നു. 5 മിനിറ്റ് പിടിക്കാൻ വേണ്ടി 2 മിനിറ്റ് പിടിക്കാൻ വേണ്ടിയൊക്കെയാണ് ഇവറ്റകൾ ഈ പരക്കം പായുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാറുമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ ഫ്രണ്ടിൽ കൂടെ കയറ്റി ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് നമ്മൾ ഇവരുടെ പുറകിൽ ഇങ്ങനെ നിൽക്കണം. പിന്നെ ഒരു റാലി പോക്കാണ്. ഇവർ ഏതൊക്കെ സ്റ്റോപ്പിൽ നിൽക്കുന്നോ നമ്മൾ അവരുടെ പുറകിൽ നിൽക്കണം. അതേപോലെ തന്നെ ഇവർ 10 മിനിറ്റിൻ്റെ 5 മിനിറ്റിൻ്റെയൊക്കെ കഥ പറയുന്ന ആളുകളാണ്. എന്നാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവർക്ക് ഇങ്ങനെ പറന്നു പോയി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവറ്റകൾ 10 മിനിറ്റ് മാറ്റി വെച്ച് ഇറങ്ങി വന്നിട്ട് പച്ചത്തെറി വിളിക്കും. ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപ് ഞാൻ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വൈഫും കൂടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ബൈക്ക് എടുത്ത് ഇങ്ങനെ പോയിട്ട് വരുന്ന വഴിയാണ്. എനിക്ക് മനസ്സിലായില്ല, ഫ്രണ്ടിൽ ഒരു ബസ് നിർത്തിയിട്ടിരിക്കുകയാണ് റോഡിൻ്റെ നടുക്ക്.
കണ്ടക്ടറും ഡ്രൈവറും ഉണ്ടെന്ന് തോന്നുന്നു. വണ്ടി അവിടെ ഹാൻഡ് ബ്രേക്കിൽ നിർത്തിയിട്ട് ഇവന്മാർ ഡ്രൈവറാണോ ചെക്കറാണോ ഇല്ല, ഇപ്പം മറ്റേ കണ്ടക്ടറും ഡ്രൈവറും ഇല്ലേ ഉള്ളൂ, ഇവന്മാർ വണ്ടിയുടെ പുറകിൽ വന്ന് നിന്നിട്ട് ഒരുത്തനെ പൂരത്തെറി. എനിക്ക് തോന്നുന്നു ആ ഒരു സമയം അവിടെ ദൃസാക്ഷികളായിട്ടുള്ള ആളുകൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക ഏതാണ് ആ വണ്ടിയുടെ പേരെന്നുള്ളത്. ഞാൻ കൃത്യമായിട്ട് ഞാനന്ന് നോക്കി വെച്ചതാണ്. ഏതോ പുണ്യാളുടെ പേരാണ്, ഒരു ക്രിസ്ത്യൻ പുണ്യാളുടെ പേരിട്ടിട്ട് ആ വണ്ടിയുടെ പുറകിൽ നിന്നിട്ട് ഇവന്മാർ പച്ച തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുന്നത് അമ്മയ്ക്ക് തന്നെയുള്ള വിളി. സെക്ഷൽ ഫ്രസ്ട്രേഷനാണ് ഇവന്മാരുടെ തെറികളിൽ. ഇവന്മാർക്കപ്പോൾ രണ്ടറ്റം മുട്ടിക്കാൻ പോകണ്ട, തിരക്കില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു സിറ്റുവേഷൻ ഏതോ ഒരാൾ ഈ ബസ്സിൽ ഇങ്ങനെ സാധനങ്ങൾ കൊടുത്തു വിടുമല്ലോ, അപ്പോൾ അത് വാങ്ങാനായിട്ട് വന്നപ്പോൾ ലേറ്റ് ആയതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തോ ചോദ്യങ്ങളാണ്. ഈ കേട്ട് നിൽക്കുന്നവൻ ഒന്നും മിണ്ടുന്നില്ല, അവനിങ്ങനെ കേട്ട് നിൽക്കുകയാണ്. കാരണം ഇവന്മാർ രണ്ടും കൂടെ നിർത്താൻ തെറിയാണല്ലോ. മധ്യവയസ്സിനോടൊക്കെ അടുത്തിട്ടുള്ള ഒരുത്തനും ഒരു ചെറുപ്പക്കാരനുമാണ് ഈ കിടന്ന് തെറി വിളിക്കുന്നത്. ഇവറ്റകൾ എന്തിനു വേണ്ടിയാണ് ഈ പരക്കം പായുന്നത്? ഇവറ്റകൾക്ക് ഇത് നിർത്തിയിട്ട് ഈ ഫ്രസ്ട്രേഷനൊക്കെ ഉള്ള ജോലി നിർത്തിയിട്ട് വേറെ വല്ല പണിക്കുമ്പോൾ കൂടെ. എന്നും ദാരിദ്ര്യവും പരിപാടിയും തന്നെ അല്ലാതെ എന്ത് പറയാനുണ്ട്? എന്തോരം അപകടങ്ങളാണ് ഇവരുണ്ടാക്കുന്നത്. ഒരു പ്രൈവറ്റ് ബസ് പാഞ്ഞു വരുന്നു, നമ്മൾ റോഡിൻ്റെ ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിന്നു, നമ്മൾ പേടിച്ചിട്ട് ഒതുങ്ങി നിന്നു. നമുക്കുണ്ടായ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമായിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. നമുക്കത്ര വലിയ നീതിബോധമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ ദിനം പ്രതി പല ആളുകളിൽ നിന്നിങ്ങനെ പേടിച്ച് ഷോക്കായിട്ട് ജീവിക്കേണ്ട ആളുകളൊന്നും അല്ലെന്നേ. ഇവരും പോലീസുകാരും കൂടെ ഒത്തു കഴിഞ്ഞാലും അടി നമുക്കിട്ട് കിട്ടും. ഇപ്പോൾ ഇവന്മാർ പാഞ്ഞു പോകുന്ന സമയത്ത് ഇവന്മാർ നമ്മുടെ വണ്ടിയെ തട്ടി, നമ്മൾ ഇവന്മാർക്ക് വട്ടം വെച്ച് കഴിഞ്ഞാൽ കുറേയധികം ആളുകളുടെ യാത്ര തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പോലീസ് വന്നിട്ട് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ പ്രിവിലേജർ അല്ല എന്നുണ്ടെങ്കിൽ എടുത്ത് ജീവനിട്ടുകൊണ്ട് പോകും, നല്ല ഇടി തരും. മറ്റേ ബസ് മുതലാളിയുടെ അടുത്തുനിന്ന് ഇവന്മാർ കാശും വാങ്ങി നക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമൊക്കെ നമുക്കിവിടെ ഉണ്ട്. അതുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകാരെ നിങ്ങൾ സൂക്ഷിക്കുക. ഇവന്മാർ വരുന്ന സമയത്ത് നിങ്ങൾ അത്ര പ്രിവിലേജറൊന്നും അല്ല, നിങ്ങൾ അത്ര സ്കിൽഡ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ ആംബിയർ ഇല്ല എന്നുണ്ടെങ്കിൽ ഓരത്ത് മാറി നിൽക്കുക. ഇവന്മാർ തല്ലുകയും ചെയ്യും. കാരണം ഗുണ്ടാപ്പണി വശമുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു നല്ല ഭാഗം ആളുകൾ ഉണ്ടായിരിക്കാം അവസ്ഥ കൊണ്ട് ഇങ്ങനെ ആവുന്ന ആളുകൾ, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഈ ട്രാഫിക്കൊക്കെ കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വണ്ടി ഓടിച്ച് വൈകിട്ടത്തേന് ഇങ്ങനെ ആവുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പുനരധിവാസ മാർഗ്ഗങ്ങളൊക്കെ സർക്കാർ നോക്കേണ്ടതാണ്. അല്ലാതെ ഇത് നാട്ടുകാർ സഹിക്കേണ്ടതിനാണ്. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടം ആളുകളാണ് വംശനാശം സംഭവിക്കുന്ന ജോലികളാണേ, അതുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കണേ, അതുകൊണ്ട് ഞങ്ങൾ നോക്കി നിൽക്കുമ്പം കൂലി തരണേ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആളുകൾ, യൂണിയൻകാർ. ലാസ്റ്റ് ടൈം തിരുവനന്തപുരത്ത് ഒന്ന് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, സാധനങ്ങളൊന്നും അധികം ഇല്ല. കാരണം ഫർണിഷ്ഡ് ഫ്ലാറ്റ് അല്ലേ, അവിടെ നിന്ന് മാറുന്ന സമയത്ത് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ ഉള്ളൂ. എൻ്റെ സുഹൃത്തുണ്ട്, അപ്പോൾ പുള്ളിക്ക് വണ്ടിയുണ്ട്, ചെറിയൊരു പിക്കപ്പ് ലോറിയുണ്ട്. അപ്പം ഞങ്ങൾ മാറി മാറിയൊക്കെ അത് ഓടിച്ച് അതിൽ സാധനങ്ങളൊക്കെ കയറ്റിയൊക്കെയാണ് നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം ഈ കാർട്ടൺ ബോക്സിനകത്താക്കി അടുക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഒരു പരിപാടി എങ്ങനെയാണ്, ഷിഫ്റ്റ് ആവുന്ന സമയത്തെല്ലാം ഞാൻ തന്നെ ബോക്സിനകത്താക്കി അടുക്കി ഇങ്ങനെ കെട്ടി വയ്ക്കും. അപ്പോൾ ഇതെടുത്ത് വണ്ടിയിൽ വെക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്കൂട്ടറുണ്ട്, വൈഫിൻ്റെ സ്കൂട്ടറുണ്ട്, അത് ഇവിടുന്ന് ഇങ്ങടേക്ക് കൊണ്ടുവരണം. ആ സ്കൂട്ടർ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എടുത്ത് കയറ്റാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കർ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, JB അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ വിഷയം ഉണ്ടാക്കും. അവർ ഫ്ലാറ്റിൽ വന്നിട്ട് ഈ ഫ്ലാറ്റിൻ്റെ എന്തോ ഔട്ട്ലെറ്റ് ഉണ്ട്, മഴവെള്ളം ഒലിച്ചു പോകുന്നതോ അത് പുറത്തോട്ടാണ്, അത് ബ്ലോക്ക് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരാതികൾ കൊടുക്കും, പൊല്യൂഷനെ കൊണ്ട് പരാതി കൊടുക്കും, ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അവരെ ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ എവിടെയാണ് സ്കൂട്ടർ ഇരിക്കുന്നത്? നമ്മുടെ ഫ്ലാറ്റിൻ്റെ പാർക്കിങ്ങിൻ്റെ അവിടെ. നമ്മുടെ പിക്കപ്പ് അവിടെ കിടക്കുന്നത് സ്കൂട്ടറിൻ്റെ തൊട്ട് പുറകിൽ. അപ്പോൾ ഈ സ്കൂട്ടറിനെ ഇതെടുത്ത് ഇവിടെ വെക്കാനായിട്ട് എത്ര വേണമെന്ന് ചോദിച്ചു. ഇപ്പോൾ പറഞ്ഞു 1500 രൂപ മതിയെന്ന്. നമ്മൾ 2500 പ്രതീക്ഷിച്ചതുകൊണ്ട് 1500 കുറവായതുകൊണ്ട് ഞാനത് കൊടുത്തു. ഞാൻ പിന്നെ ആലോചിച്ചു, എന്തൊരു കഷ്ടമാണിത്, നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ലേ. പിന്നീട് കോട്ടയത്തേക്കൊക്കെ വന്ന സമയത്ത് നമ്മൾ തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന ഒരു രീതിയാണ് നാട്ടിൻപുറത്തേക്ക് ഉള്ളത്. ഇവിടെ വേറെ ഒത്തിരി ഇൻഡസ്ട്രീസൊക്കെ ഉള്ളതുകൊണ്ടും അധികം ആളുകളില്ലാത്തതുകൊണ്ടായിരിക്കും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തത്. എന്നാൽ ഒരു വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ആളുകൾ ഈ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരെ പിഴിയാനായിട്ടുണ്ടെന്നറിയാമോ? ഇപ്പോൾ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിന് പൈസ കൊടുക്കാനായിട്ട് ഓക്കെ ആയിട്ടുള്ള ആളുകൾ അവർ അത് ഡീൽ ചെയ്തോളും. പക്ഷേ സാധാരണക്കാരൻ വീടൊക്കെ മാറുന്ന സമയത്ത് യൂണിയൻകാരെ ഡീൽ ചെയ്യണം, കയറ്റാനും ഇറക്കാനും ഒരു കൂട്ടം ആളുകളെ ഡീൽ ചെയ്യണം. നമ്മൾ ഈ 12,000-15,000 വാടകയ്ക്ക് താമസിക്കുന്ന ഒരാൾ വാടക അടയ്ക്കാൻ ഒരു മാസം പൈസ ഒരു കൂട്ടുന്ന ഒരു സാഹചര്യത്തിൽ വീട് മാറുന്ന സമയത്ത് ഈ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി 5,000-6,000 ഒക്കെ കൊടുക്കേണ്ടി വരും. അതേപോലെ ബ്രോക്കർമാരെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവന്മാരെ സമ്മതിക്കണം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് ഡിസ്ക്രിമിനേഷനാണ്, അവരെ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ എനിക്കതൊരു ഉളുപ്പില്ലായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. ആകെ ഒരു വാടക കോൺട്രാക്റ്റ് എഴുതുന്നത് 11 മാസത്തേക്കാണ്. ഈ 11 മാസത്തെ വാടക കോൺട്രാക്റ്റ് എഴുതുന്ന ഒരു വീട് ഇവന്മാർ റെൻറ്റിനെടുത്ത് നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ 11 മാസമൊക്കെ ചിലപ്പോൾ താമസിക്കാറുള്ളൂ എന്ന് വിചാരിക്കുക. ഹൗസ് ഓണർ എങ്ങനെയുണ്ടോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ കോൺട്രാക്റ്റ് എഴുതാൻ വേണ്ടി ഈ വീട് കണ്ടുപിടിച്ച് ഇതിലേക്ക് പോകുന്ന സമയത്ത് 1 മാസത്തെ റെൻ്റാണ് ഇവറ്റകൾക്ക് ബ്രോക്കർ ഫീ. ഒരു ഉളുപ്പുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണേ. ഒരുത്തം പണിതിരിക്കുന്ന ഒരു വീട്
വേറൊരുത്തന് കണക്ട് ചെയ്ത് കൊടുക്കുന്നു, കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നു. 15,000 രൂപ റെൻ്റുള്ളൊരു വീടിന് 1 മാസത്തെ റെൻ്റൊക്കെയാണ് ഒരു എളുപ്പമില്ലാതെ വീട്ടുകൾ ചോദിക്കുന്നത്. ഇവന്മാരുടെ കുടുംബവും ഇവന്മാരുടെ ജീവിതവും നമ്മുടെ ബാധ്യതയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്കൊരു വീട് ഞാൻ കാണിച്ചു തന്നു, എൻ്റെ കുടുംബം ഈ മാസം നീ നോക്കണം എന്ന് പറയുന്നത് പോലെയാണ് ഈ 15,000 രൂപ റെൻ്റുള്ള വീടിന് 1 മാസത്തെ റെൻറ്റ് ബ്രോക്കർ ഫീ ഒക്കെ ആയിട്ട് വാങ്ങുന്നത്. ഇങ്ങനെയുള്ള എന്നൊക്കെ മോശം ഇടപാടുകളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ യൂണിയൻകാർ വേറെ ചില ധർമ്മങ്ങളും കൂടെയൊക്കെ ചെയ്യും കേട്ടോ. ഈ പാർട്ടി പരിപാടിയൊക്കെ നടത്തുന്ന സമയത്ത് ഇവന്മാർ ഗുണ്ടാ സംഘങ്ങളായിട്ടൊക്കെ പ്രവർത്തിക്കും. ഞാൻ ഒരു എക്സ്പീരിയൻസ് പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മറ്റേ തിരുവനന്തപുരത്ത് ഉള്ളൂരിൽ നിന്ന് ആക്കുളത്തേക്ക് എന്തോ ഒരു അത്യാവശ്യത്തിന് പോവുകയാണ്. അല്ല, ആക്കുളത്തു നിന്ന് ഉള്ളൂരിലേക്ക് തിരിച്ചു വരികയാണ്. എന്തോ അത്യാവശ്യത്തിന് വീട്ടിൽ ചെല്ലണം, അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണം, പണിയുണ്ട്, എന്തോ ഒരു കറക്ഷൻ ചെയ്ത് കൊടുക്കാനുണ്ട് ഒരു വർക്കിൻ്റെ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വന്ന സമയത്ത് നമ്മുടെ കടകംപള്ളി സാർ റോഡിൻ്റെ നടുക്കിലേക്ക് വണ്ടി ഇറക്കി നിർത്തിയിട്ട് കുണ്ണ സംസാരം. അപ്പം ആവേശഭരിതരായിട്ട് അവരുടെ പാർട്ടി അടിമകളൊക്കെ അവിടെ നിൽപ്പുണ്ട്, ചുമട്ട് തൊഴിലാളി യൂണിയനുകാരുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാനൊരു ഓണടിച്ചു. അപ്പോൾ എന്നെപ്പോലെ ദേഷ്യം വന്നിട്ടുള്ള കുറേയധികം ആളുകൾ ഓണടിച്ചു. ഒരു പ്രതിഷേധമായിട്ടങ്ങ് വലുതായി. അപ്പോൾ അവർ വന്നു, ആരാ ഓണടിച്ചത് എന്ന് പറഞ്ഞ് അവർ വന്നു. സ്വാഭാവികമായിട്ടും എൻ്റെ കൈ ഓണിൽ തൊട്ടില്ല, കാരണം അടി വാങ്ങാനായിട്ട് വയ്യ. അവനവിടെ വന്ന് ആക്രോശിക്കുന്നു, ആരാണ് ഓണടിച്ചത്, കേട്ടണം അങ്ങ് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അവൻ്റെ ഡാഡിയുടെ വഴിയാണോ അത്? അവൻ്റെ കുടുംബത്തിൻ്റെ വഴി കൂടെയാണോ നമ്മൾ പോണേ? നമ്മൾ ടാക്സ് അടച്ചിട്ട് നമ്മൾ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ച് ഭരണഘടനാ അവകാശമൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് റോഡിലേക്ക് ഇറക്കി നിർത്തിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇങ്ങനെയൊക്കെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്ന ഇക്കൂട്ടരെ ഒന്നും നമ്മൾ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിക്കേണ്ടെന്നേ. അത്ര ലോ ക്വാളിറ്റി ലൈഫ് നമുക്ക് ഉണ്ടാക്കി തരുന്നതിൽ ഇവർക്കൊക്കെ ഒരു വലിയ റോളുണ്ട്. ഇനി അടുത്ത കാറ്റഗറി ഓഫ് ആളുകളിലേക്ക് വരികയാണ്. സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് എന്ന് വേണമെങ്കിൽ പറയാം. സർക്കാർ ഉദ്യോഗസ്ഥരിലെ ഒരു കൂട്ടം ആളുകൾ, അവരിലെ ഒരു കൂട്ടം ആളുകൾക്ക് നമുക്ക് സമയമുണ്ടെന്നോ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് കഴിഞ്ഞിട്ട് പണിക്ക് പോയെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നോ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഇതിനുവേണ്ടി വന്നതെന്നോ ഉള്ളൊരു ചിന്തയൊന്നുമില്ല. ഇപ്പോൾ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം എൻ്റെ നാട്ടിലെ ഓഫീസിലെ ആളുകളൊക്കെ നല്ല ആളുകളായിരുന്നു, അവർ മാക്സിമം ചെയ്തു. എന്നാലും ഞാൻ അവിടെ ആലോചിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഡെയിലി പണിക്കൊക്കെ പോകുന്ന ഒരാൾക്ക് ഒരു ദിവസത്തെ പണിക്കൂലി 1,200 രൂപ. അവൻ ആ പണി ചെയ്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആ പാവപ്പെട്ടവൻ ഒരു വീട് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ വീട് വയ്ക്കാനായിട്ട് ലോണ് വേണം, അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വേണം, പെർമിഷൻ വേണം, പഞ്ചായത്തിൽ പോകണം, വില്ലേജിൽ പോകണം, ബാങ്കിൽ പോകണം. ഇവന് ഈ രേഖകളൊക്കെ ഉണ്ടാക്കണം. വെറുതെ സിമ്പിളായിട്ട് ഓൺലൈനിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. എന്നാൽ ഇവൻ മാസത്തിൽ ഒരു 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസമൊക്കെ വീട് പണി തീരുന്ന ആ ഒരു കാലയളവിലൊക്കെ ലീവ് എടുത്തിട്ട് ഇതിൻ്റെ പുറകെ നിൽക്കേണ്ടി വരും. പഞ്ചായത്തിൽ ഒരു തവണ ചെല്ലുമ്പോഴത്തേന് ആ പേപ്പർ പോരാ, ഈ പേപ്പർ വേണം, അല്ലെങ്കിൽ മേഡം ഇന്ന് വന്നിട്ടില്ല, സാർ ഇന്ന് ലീവാണേ, ഉച്ച കഴിഞ്ഞ് വരുമോയെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയും. സാറ് ലീവാണെന്ന് നമുക്കറിയത്തില്ല, നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നമ്മൾ പഞ്ചായത്തിലൊരു സേവനത്തിന് വേണ്ടി ചെല്ലുകയാണ്, സാറില്ലാത്തതുകൊണ്ട് ഒപ്പിടാൻ പറ്റത്തില്ല, സാറ് വന്നാലേ ഒപ്പിട്ട് തരാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ എന്ന് സ്നേഹത്തോടെ പറഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം പോയി ഈ സാറ് കാരണം. സാറിൻ്റെ ഒരു ഒപ്പിന് വേണ്ടി നമ്മുടെ ഒരു ദിവസം പണിക്കൂലി പോയി. ഇവർക്കൊരു ബോധമില്ല നമുക്ക് സമയത്തിന് വാല്യൂ ഉള്ള ആളുകളാണ് എന്നുള്ളൊരു ബോധമില്ല. വില്ലേജ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അക്ഷയയിൽ പോയിട്ട് അപേക്ഷിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞ് വരൂ, ഞങ്ങൾ വിളിക്കാം. ഈ 3 ദിവസം കഴിഞ്ഞിട്ട് ഇവരെപ്പോഴാണ് വിളിക്കുന്നത് നമുക്കറിയില്ല. ഇവർ വല്ല ലൊക്കേഷൻ സർവേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഡേറ്റ് ഒന്നും ഇവർ തരുന്നില്ല. ഇതിനൊക്കെ ഒരു സിസ്റ്റം വേണ്ടേ? അതിനുശേഷം പിന്നീട് നമ്മൾ വല്ല പണിക്കൊക്കെ പോകുന്ന ഒരു സമയത്ത് ഇവർ വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയും, അയ്യോ സാറേ ഞങ്ങൾ ഇന്ന് അവിടെ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉടനെ ഒന്നും വരാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടി വരും. വീണ്ടും നമ്മൾ കാത്തിരിക്കുകയാണ്, അപ്പോൾ വേറെ എന്തെങ്കിലും ഒഴിവ് പറയുന്നു. ഇങ്ങനെ യാതൊരു തരത്തിലും ഒരു പൗരൻ്റെ സമയത്തെക്കുറിച്ചിട്ട് പല സർക്കാർ ഉദ്യോഗസ്ഥരും ചിന്തിക്കുന്നില്ല. ആരാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്? ഇപ്പം CPO റാങ്ക് ലിസ്റ്റുമായി കുറേയധികം ആളുകൾ തെരുവിൽ കിടന്ന് ഉരുണ്ട് സമരം ചെയ്തു. അവർ സർക്കാർ ഉദ്യോഗത്തിലേക്കാണ് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. പോലീസ് സേനയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ച ആളുകളുണ്ട്. അവർ മറ്റൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ചില തോന്നിയാസങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട്. ഈ ജോലിയില്ല, തൊഴിലില്ല, ഞങ്ങൾക്ക് സർക്കാർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടും ജോലി തരുന്നില്ല എന്ന് പറയുന്ന കുറേയധികം ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥരാകുന്നു. എന്നിട്ട് പെട്ടെന്ന് അവർ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ അധികാര ദുർവിനിയോഗം നടത്തുകയാണ്. നമ്മൾ കൾച്ചറലി അങ്ങനെ ആയിപ്പോയതായിരിക്കാം. തലപ്പത്തെത്തുന്ന സമയത്ത് അധികാരം കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്താലേ, അല്ലെങ്കിൽ ആളുകളെ ബുദ്ധിമുട്ടിച്ചാലേ ഒരു ഇതുണ്ടാവൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും അതേപോലെ തന്നെ ചില ഏജൻറ്റുമാരും ചേർന്നിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട്. അതൊരു സമാന്തര സിസ്റ്റമാണ്. ചില സമയത്ത് നമ്മൾ ആ ഒരു സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി. ഞാനൊരു സംരംഭമൊക്കെ ആരംഭിച്ചതാണ്. ഒരു സംരംഭം തുടങ്ങുന്ന ഒരു സംരംഭകന് വിചാരിച്ച സമയത്ത് ഓപ്പൺ ആക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം നഷ്ടമുള്ള ഒരു പരിപാടി വേറെയില്ല. മാക്സിമം ഡിലേ ആക്കും.
ഞാനങ്ങനെ സംരംഭം തുടങ്ങുന്ന സമയത്ത് പഞ്ചായത്തിലും വില്ലേജിലും അല്ലെങ്കിൽ ഈ പേപ്പറുകൾ കിട്ടേണ്ട സ്ഥാപനങ്ങളിൽ ഓടി നടക്കുന്ന ആ ഒരു പരിപാടി ബുദ്ധിമുട്ടായ സമയത്തോ ഇവിടെയൊക്കെ ബന്ധങ്ങളുള്ള ഒരാളെ അതിനുവേണ്ടി നിയമിച്ച് അയാൾക്ക് പണം കൊടുത്തു. അയാൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് ചില ഊഹങ്ങളൊക്കെ ഉണ്ട്, ഊഹങ്ങളായിട്ട് തന്നെ അതിരുന്നോട്ടെ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇനി വേറൊരു കോംബോ ഉണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരും യൂണിയൻകാരായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ. ഇപ്പോൾ എൻ്റെ വൈഫൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു MD ചെയ്തത്. അതിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റിയും അവിടെ ആയിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മാറിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത്. ഡോക്ടർ ഹാരിസിൻ്റെ ആ ഒരു ഇഷ്യൂലൊന്നും ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് നമ്മളെയൊക്കെ ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. വയ്യടൂ, ഇപ്പം ഞാൻ അവിടെ നേരിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആവാനായിട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ആളൊന്നുമല്ല. അയാളൊരു സൈഡിൽ കിട്ട പണിയൊക്കെ ചെയ്ത് വീട്ടിലേക്ക് വന്ന് സമാധാനമായിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്നെ അവർ എഫക്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏറ്റവും കൂടുതൽ നാശങ്ങളുടെ കാരണം എന്താണ്? അവിടെ യൂണിയൻകാരായിട്ടുള്ള കുറേയധികം തൊഴിലാളികളാണ്. അതിങ്ങനെ ക്ലീനിങ് സ്റ്റാഫ് തൊട്ട് മുകളിലേക്കുണ്ട്. ഇവർ ഒട്ടും ഒരു കാര്യവും അവിടെ നടക്കാനായിട്ട് സമ്മതിക്കത്തില്ല. എന്തൊരു വൃത്തികേടാണ്. വൃത്തിയൊന്നും പല സാഹചര്യങ്ങളിലും ഇല്ല. കാരണം എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ സ്റ്റുഡൻസിനോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവരെ കൂട്ടം ചേർന്ന് ആക്രമിക്കില്ലേ? അതേപോലെ ചില ആളുകൾ മറ്റേ സർക്കാരിൻ്റെ ID കാർഡ് 5 മണി കഴിഞ്ഞിട്ട് ഊരാതെ അത് ഇട്ടുകൊണ്ട് വരും. ഓഫീസിൽ ചിലപ്പോൾ അത് ഇടാനായിട്ടുള്ള മാനേജ് ഒന്നും കാണിക്കില്ല. അത് മെഡിക്കൽ കോളേജിലൊക്കെ ഇട്ടുകൊണ്ട് വരും. എന്നിട്ട് ഇവരെ ഇട്ട് ചാടിക്കും. ഏത് പൊസിഷനാണെന്നൊന്നും കാണിക്കത്തില്ല. വള്ളിയുടെ പവർ വെറും വള്ളിയുടെ പവറിൽ വന്നിട്ട് ഷോ കാണിക്കുന്ന ആളുകളുണ്ട്. ഈ ടീംസിന്, ഈ പാർട്ടിക്കാരായിട്ടുള്ള ചില ടീംസിൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ എന്തോ കുറേയധികം ആളുകളെ ചികിത്സിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിലാണ്. ഇത് മെഡിക്കൽ കോളേജ്, ഇവിടെ പഠനമാണ് പ്രധാനം. അതിൻ്റെ സൈഡിൽ കൂടെ ആതുര സേവനം ചുളുവിൽ നടത്തിയെടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് പണിയെടുക്കാൻ പിള്ളേരുണ്ട് എന്നുള്ളതല്ലാതെ വേറെ ഇവരുടെ നെഞ്ചത്തേക്ക് തട്ടിക്കയറാനായിട്ടുള്ള ഒരു റൈറ്റും ഇവിടെയുള്ള ആളുകൾക്കില്ല. അവർ കാര്യമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്ത അവരുടെ അവകാശമായിട്ടുള്ള സീറ്റാണ്. അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് അവർ ആതുര സേവനം ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. തട്ടിക്കയറാനായിട്ടുള്ള ഒരു റൈറ്റ് നിങ്ങൾക്കില്ല. നിങ്ങളെങ്ങനെയാണോ ടാക്സിൻ്റെ ബെനിഫിറ്റ് ഉപയോഗിക്കുന്നത് അതേ രീതിയിൽ തന്നെ ടാക്സിൻ്റെ ബെനിഫിറ്റ് ഉപയോഗിക്കുന്ന സാധാരണക്കാരാണ് അവർ കൂടുതൽ സ്കിൽഫുൾ ആയതുകൊണ്ട് അവർക്ക് മികച്ച ഒരു ജോലിയിലേക്ക് പോകാൻ വേണ്ടി പറ്റി. നിങ്ങൾക്ക് ആ ഒരു എഫേർട്ട് എടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിന് കഴിയാത്തതുകൊണ്ട് അവരുടെ മെക്കിട്ട് കയറിയിട്ട് കാര്യമൊന്നുമില്ല. 16 മണിക്കൂറൊക്കെ ഒരു വ്യക്തി കിടന്ന് പണിയാണ്, 24 മണിക്കൂർ, 48 മണിക്കൂർ, ഒരു പ്രത്യേക ജീവിത രീതി. കാണുന്ന സമയത്ത് നമുക്ക് വിഷമം വരും, എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത്? പക്ഷെ അവർക്ക് ആ ഒരു രീതിയിലാണ് അവരുടെ മൈൻഡ് മാറിയിരിക്കുന്നത്. എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം 10-30 വയസ്സായിട്ടും ബാക്കിയുള്ള ജോലി ചെയ്യുന്ന ആളുകളെ പോലെ അല്ലെങ്കിൽ എന്നെ പോലെ പോലും ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഒന്നും ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റൈഫൻ്റൊക്കെ വാങ്ങി അടിമപ്പണിയെടുത്ത് മുന്നോട്ടേക്ക് പോവുകയാണ്. എത്ര ഡോക്ടേഴ്സാണ് സൂയിസൈഡ് ചെയ്യുന്നത്? അത്ര പ്രഷറാണ്. ഗവൺമെൻറ് സിസ്റ്റത്തിലൊന്നും പലപ്പോഴും ഒട്ടും സൗഹാർദ്ദപരമായിട്ടുള്ളൊരു അന്തരീക്ഷമില്ല. ഇപ്പോൾ തെക്കോട്ടേക്ക് വരുന്ന സമയത്ത്, തിരുവനന്തപുരത്തേക്കൊക്കെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ് ജോലിക്കാർ കൂടുതലായിട്ട് ഉള്ള ഇടങ്ങളായതുകൊണ്ടായിരിക്കും അവിടുത്തെ പല പേഷ്യൻസും വളരെ മോശമായിട്ടാണ് ഡോക്ടേഴ്സിനോടൊക്കെ പെരുമാറുന്നത്. പിന്നീട് ഒരു മെഡിക്കൽ കോളേജിലേക്ക് വന്നപ്പോഴും അതിൻ്റെ റീജിയൻ കൃത്യമായി മനസ്സിലാക്കിയ സമയത്താണ് മനസ്സിലായത് മര്യാദയ്ക്കൊക്കെ മെഡിക്കൽ കോളേജിലെ പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും ബാക്കിയുള്ള ആളുകളൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും സംസാരിക്കുന്ന ഇടങ്ങളുണ്ട്. തിരുവനന്തപുരത്തൊക്കെ എപ്പോഴും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വിഷയം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് വഴി കാണുന്ന കുറേയധികം ആളുകളെ എടുത്ത് അങ്ങടേക്ക് കൊണ്ടിടും. ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകൾ ജയിലിൽ നിന്ന് വരും. അവരുടെയൊക്കെ അടുത്ത് ഒരു സുരക്ഷയും ഇല്ലാതെ, മുൻകരുതലില്ലാതാണ് ഈ ഡോക്ടേഴ്സും അതേപോലെ തന്നെ അവിടെയുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫും ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഈ ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകളെ, ഒഫൻസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകളെയുമായിട്ട് വരുന്ന പോലീസുകാരൊന്നും ഇവരുടെ ദേഹത്ത് പോലും തൊടത്തില്ല. ഈ ഒരു സഹായം പോലും ഈ പറയുന്ന ആളുകൾക്ക് ചെയ്യില്ല. ആക്ച്വലി സഹായം ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്ന എന്താണ്? ഈ പറയുന്ന ഡോക്ടേഴ്സൊക്കെ ഒരു സുരക്ഷയില്ലാതെ അവരുടെ അടുത്ത് ഇടപെട്ട് അവരുടെ പണികൾ എടുക്കേണ്ടി വരും. എന്ത് സുരക്ഷയാണ് ഇവർക്കുള്ളത്? അപ്പോൾ അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട സിസ്റ്റത്തിൽ കൂടെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഞാൻ കുറേ കാറ്റഗറി ഓഫ് ആളുകളുടെ കാര്യം പറഞ്ഞു. നിങ്ങൾ ഈ ഒരു വീഡിയോ എൻ്റെ ഒരു പ്രസൻറ്റേഷൻ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. കുറച്ച് ആളുകൾക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആളുകളാണ് തങ്ങളെ ജീവിക്കാനായിട്ട് സമ്മതിക്കാത്തത്. ഇതാണ് ഈ ഒരു നാട്ടിലെ ലൈഫിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് എല്ലാ ആളുകളും എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാനായിട്ട് ശ്രമിക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കേണ്ട. NRIs ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഉറപ്പായും ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചോളുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്തോ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്ത് ഇപ്പോൾ ഓൺലൈനായി എടുക്കുവാനായിട്ട് സാധിക്കും. വീഡിയോ കണ്ട ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എല്ലാ ആളുകൾക്കും നന്ദി.